മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് അദിതി എന്ന ഭാര്യയിൽ വിവസ്വാൻ എന്ന പുത്രൻ ജനിച്ചു. വിവസ്വാന്റെ പുത്രനായ മനുവിനെ വൈവസ്വത മനു എന്നും സത്യവ്രത മനു എന്നും വിളിക്കുന്നു. ഈ മനുവിൻ്റെ കാലത്താണ് മഹാവിഷ്ണു തൻ്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരം കൈക്കൊണ്ടത്. ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്നും ഹയഗ്രീവൻ എന്ന അസുരൻ വേദരഹസ്യങ്ങൾ അപഹരിച്ചു കടന്നു കളഞ്ഞു. ദേവകളെ കീഴടക്കി ലോകവിജയം വരിക്കുന്നതിന് അതിഭയങ്കരമായ തപസ്സിലൂടെ നേടിയ അത്ഭുത ശക്തിയുമായി വന്നാണ് ഹയഗ്രീവൻ ബ്രഹ്മാവിനെ വിഡ്ഢിയാക്കിയത്. അയാൾ അപഹരിച്ച വേദങ്ങളുമായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്തു. ഇതോടെ അറിവിൻ്റെ വെളിച്ചം അസ്തമിക്കുകയും യാഗകർമ്മങ്ങളും ബ്രഹ്മസൃഷ്ടികൾ പോലും മുടങ്ങുകയും ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ താളം നിലച്ചതോടെ ദേവകളും മുനികളും അങ്കലാപ്പിലായി. അവർ കൂട്ടമായി മഹാവിഷ്ണുവിൻ്റെ തിരുമുൻപിലെത്തി. എന്നാൽ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. ഭഗവാനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തി വിവരം ധരിപ്പിക്കാൻ ബ്രഹ്മാവും ശിവനും അവരെ ഉപദേശിച്ചു. തിരുവരങ്ങത്തെ പാണനാർ കടുന്തുടിയുമായി എത്തി ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടി. സുദീർഘമായ പ്രാർത്ഥനയുടെ ഒടുവിൽ മഹാവിഷ്ണു തൻ്റെ യോഗനിദ്ര വിട്ടുണർന്നു. വേദങ്ങൾ ഹയഗ്രീവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ കഥ കേട്ട് ഭഗവാൻ മത്സ്യമായി അവതരിച്ച് ലോകരക്ഷ നടത്തുമെന്ന് അരുളി ചെയ്തു. മുനിദേവാദികളോട് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ മത്സ്യ അവതാരം എടുത്തു. മഹാവിഷ്ണുവിൻ്റെ ഭക്തപ്രിയനായിരുന്ന സത്യവ്രത മനു ബദരി നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈക്കുമ്പിളിൽ കോരിയെടുത്ത വെള്ളത്തിൽ ഒരു ചെറു മത്സ്യം കുടുങ്ങി. തനിക്ക് വലിയ മത്സ്യങ്ങളെ ഭയമാണെന്നും അതിനാൽ തന്നെ ഈ നദിയിൽ ഉപേക്ഷിക്കരുതെന്നും ആ മത്സ്യം കേണപേക്ഷിച്ചു. ഇത് കേട്ട് രാജാവ് ആ മത്സ്യത്തെ തൻ്റെ കമണ്ടുലുവിലിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാജാവ് മത്സ്യത്തെ കണ്ട് ഞെട്ടിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് ആ ചെറുമത്സ്യം വലിയ മത്സ്യമായി തീർന്നിരിക്കുന്നു. ദിനം പ്രതി വളർന്നുകൊണ്ടിരുന്ന ആ മത്സ്യത്തെ രാജാവ് കുളത്തിലും പിന്നീട് തടാകത്തിലും അവിടെയും കിടക്കാനാകാതെ വന്നപ്പോൾ സമുദ്രത്തിലേക്കും മാറ്റി. ഇതിൽ നിന്നും ഇതൊരു സാധാരണ മത്സ്യമല്ലെന്ന് മനസ്സിലാക്കിയ സത്യവ്രതൻ മത്സ്യത്തോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഈ ചോദ്യത്തിൽ മഹാവിഷ്ണു തൻ്റെ അവതാരോദ്ദേശം വെളിപ്പെടുത്തുകയും ഇന്നേക്ക് 7-ാം നാളിൽ മഹാപ്രളയമുണ്ടാകുകയും അതിനു മുൻപ് ഭൂമിയിലെ ഔഷധങ്ങളും വിത്തുകളുമെല്ലാം ശേഖരിക്കണമെന്നും സപ്തഋഷിമാർ വരുന്ന കപ്പലിൽ കയറി എന്നെ സ്മരിക്കണമെന്നും ഉപദേശിച്ച് മറഞ്ഞു. രാജാവ് ഭഗവാൻ പറഞ്ഞതുപോലെ എല്ലാം ശേഖരിക്കുകയും അരുളപ്പാടനുസരിച്ച് 7-ാം നാൾ മഹാപ്രളയമുണ്ടാകുകയും ചെയ്തു. സപ്തഋഷിമാരുടെ പേടകത്തിൽ കയറി മത്സ്യമൂർത്തിയെ സ്മരിച്ചപ്പോൾ ഭഗവാൻ ഒരു കൊമ്പോട് കൂടിയ വലിയ മത്സ്യമായി എത്തി വാസുകി എന്ന സർപ്പത്തെ പാശമാക്കി പേടകത്തെ കൊമ്പുമായി ബന്ധിച്ച് വലിച്ചുകൊണ്ടുപോയി ഹിമവൽ ശൃംഗങ്ങളിലെത്തുകയും പേടകത്തെ അവിടെ ബന്ധിക്കുകയും ചെയ്തു. ശേഷം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ട ആ ഭീമാകാരനായ മത്സ്യമൂർത്തി ഹയഗ്രീവനെ കണ്ടെത്തി വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തിരികെ നൽകി. ജഗത്കാരണനായ ഭഗവാന്റെ അവദാനങ്ങളെ വാഴ്ത്തി മുനിദേവജനം ഭഗവാനെ സ്വാഗതം ചെയ്തു. പ്രളയത്തിന് ശേഷം മനുവും സപ്തഋഷികളും ഓരോ ജോഡി ജീവജാലങ്ങളും ഭൂമിയിൽ അവശേഷിച്ചു. മത്സ്യാവതാര ലക്ഷ്യം പൂർണ്ണമായതോടെ ഭഗവാൻ വീണ്ടും മൂലരൂപത്തിൽ ലയിക്കുകയും അനന്തനാഗപുരത്ത് യോഗനിദ്രയിലാകുകയും ചെയ്തു.